CPIM കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. സമാപന സമ്മേളനം KSKTU സംസ്ഥാന ട്രഷറർ CB ദേവദർശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടും CPIM കോതമംഗലം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് നിരവധി പേർ സ്വീകരണം നൽകി. ഏരിയ സെക്രട്ടറി KA ജോയി ജാഥ ക്യാപ്റ്റനും CPS ബാലൻ മാനേജറുമായ ജാഥയുടെ ശനിയാഴ്ചത്തെ പര്യടനം കോതമംഗലം മുനിസിപ്പൽ ലോക്കൽ കമ്മിറ്റിയിലെ കറുകടം അമ്പലംപടിയിൽ നിന്നാണ് ആരംഭിച്ചത്. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഷീല അജയൻ അധ്യക്ഷയായി. തുടർന്ന് കോതമംഗലം വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റികളിലെ വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനത്തിന് ശേഷം കുത്തുകുഴിയിൽ ഏരിയ ജാഥ സമാപിച്ചു. സമാപന സമ്മേളനം KSKTU സംസ്ഥാന ട്രഷറർ CB ദേവദർശനൻ ഉദ്ഘാടനം ചെയ്തു. 2004 കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം വന്ന കാലത്ത് 18 MPമാർ ഇടപെട്ടതിന്റെ, എന്നാൽ 18 MPമാർ ഇപ്പോൾ കേരളത്തിൽ ആരുടേത്? നമ്മുടേതാണോ? അന്ന് വികസനം കൊണ്ടുവരാനാണ് 18 MPമാർ പരിശ്രമിച്ചതെങ്കിൽ ഇന്ന് 18 MPമാർ ആരാ? UDF അല്ലേ? ശരി. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസ്, എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ ഹൈബീഡൻ, ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ ബെന്നി ബെഹനാൻ, ആകെ നമുക്ക് സഖാവ് രാധാകൃഷ്ണൻ. 18 MPമാര് നിങ്ങൾക്കാണ്. ഞങ്ങൾക്ക് 18 MPമാരുണ്ടായിരുന്ന കാലത്താണ് കേരളത്തിൽ വികസനങ്ങൾ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് 18 MPമാരുണ്ടായപ്പോൾ എന്തുപറ്റി? ഈ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ കേരളം എന്നൊരു വാക്കില്ല. ഏരിയ കമ്മിറ്റി അംഗം KP മോഹനൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം R അനിൽകുമാർ, ജാഥ ക്യാപ്റ്റൻ KA ജോയി, മാനേജർ CPS ബാലൻ, KP മോഹനൻ, PM അഷ്റഫ്, PM മുഹമ്മദ് അലി, സാബു വർഗീസ്, ബിജു P നായർ, PP മൈദീൻ ഷാ, റഷീദ സലീം, ആദർശ് കുര്യാക്കോസ്, ജോണി കുര്യയ്പ്, KM വിനോദ്, KO കുര്യാക്കോസ്, ബിന്ദു ജയകുമാർ, KK വർഗീസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.